ഹായ് സ്റ്റുഡൻസ്. അപ്പോ നമ്മള് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ എടുത്തായിരുന്നു. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സെക്ഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സസൈസ് 2.1 ആണ് നമ്മൾ നോക്കുന്നത്. താരതമ്യേന എളുപ്പമുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പോ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് വിച്ച് ആർ നോട്ട്? സ്റ്റേറ്റ് റീസൺ ഫോർ യുവർ ആൻസർ. അതായത് താഴെ കുറെ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ, ഒരു വേരിയബിൾ മാത്രമുള്ള പോളിനോമിയൽസ് ഏതൊക്കെയാണ്? രണ്ട് കാര്യം നോക്കണം. പോളിനോമിയൽ ആണോ എന്ന് നോക്കണം, അതിനകത്ത് ഒരു വേരിയബിളേ ഉള്ളോ എന്ന് നോക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നോക്കാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 4x² - 3x + 7. 4x² - 3x + 7. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോ ഇത് ആദ്യം പോളിനോമിയൽ ആണോ നോക്കണം. പോളിനോമിയൽ ആണെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ്. വേരിയബിൾസിന്റെ പവേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. അതും ഓക്കെയാണ്. അപ്പൊ പോളിനോമിയലാണ്. ഇനി വേരിയബിൾസ് നോക്കുക. എത്ര വേരിയബിൾസ് ഉണ്ട്? ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന എന്താണ്? പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആണ്. പിടികിട്ടുന്നുണ്ടോ? ഇത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആണ്. പിടികിട്ടുന്നുണ്ടോ? പോളിനോമിയൽ ആകാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടായി. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് കണക്കാണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? y² + √2. y² + √2. ആദ്യം ഇത് പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കിയേ, ഇതിനകത്ത് √2 വന്നതുകൊണ്ട് അത് കൺഫ്യൂഷൻ വരുമോ? ഇല്ല. പറഞ്ഞേക്കുന്നത് എന്താ? വേരിയബിൾസിന്റെ പവേഴ്സ്, ബാക്കി കൂടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ഏത് റിയൽ നമ്പറോ അതൊരു പ്രശ്നമല്ല. പക്ഷെ വേരിയബിൾസിന്റെ എക്സ്പോണൻസ് നോക്കുമ്പോൾ അതെന്തായിരിക്കണം? ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. ഇവിടെ 2 ഹോൾ നമ്പർ ആണ്. ഇനി ഒരു വേരിയബിൾ, അതുകൊണ്ട് പോളിനോമിയൽ ആണ്. നോക്കുമ്പോൾ ഒരു വേരിയബിളേ ഉള്ളൂ. y² + √2 ഈസ് ഓൾസോ എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ 3√2 + t√2. തേർഡ് വൺ 3√t + t√2. ഓക്കെ, ഈ ടേംസ് ഉണ്ട്. ഇതിനകത്ത് നോക്കുമ്പോ ഒരു വേരിയബിളേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ടി എന്ന് പറയുന്ന ഒറ്റ വേരിയബിളേ ഉള്ളൂ. പക്ഷേ അതിൽ √t എന്ന് വെച്ചാൽ എന്തുവാ? t⁻1/2. അപ്പോൾ ഇവിടെ എന്ത് വരുന്നില്ല? വേരിയബിളിന്റെ പവേഴ്സ് ഹോൾ നമ്പേഴ്സ് അല്ല, അതൊരു ഫ്രാക്ഷൻ ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇറ്റ് ഈസ് ആൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇൻ വൺ വേരിയബിൾ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്, വൺ വേരിയബിൾ ഉള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. പക്ഷെ ഇത് എന്തല്ല? പോളിനോമിയൽ അല്ല. ഓക്കെ ആണോ? അപ്പോ ഇത് നമ്മൾ നോക്കേണ്ട ആ കാറ്റഗറിയിൽ വരുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ y + 2/y. ഫോർത്ത് വൺ y + 2/y. ഞാൻ പറഞ്ഞു ഇവിടെ അഡിഷൻ, അതുപോലെ ഇവിടെ ഡിവിഷൻ ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് എഴുതുവാണെങ്കിൽ, മറ്റൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ y+, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആ ഒരു ഐഡിയ ആയിട്ട് നോക്കുകയാണെങ്കിൽ 2 × y⁻⁻1 എന്ന രീതിയിൽ വേണമെങ്കിൽ എഴുതാം. എക്സ്പോണൻസ് റൂൾസ് വെച്ചിട്ട് 2 × y⁻⁻1. അപ്പോഴും നോക്കുക ഇത് വരും. അല്ലെങ്കിൽ ഡിവിഷൻ ഫോർമാറ്റ് വന്നിരിക്കുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇവിടെ വൺ വേരിയബിളേ ഉള്ളൂ, പക്ഷെ പോളിനോമിയൽ അല്ല. അപ്പൊ ഇതും എന്തല്ല? നമ്മളുടെ പറഞ്ഞ ആൻസർ വരത്തില്ല. കാര്യം ഇവിടെ ഡിവിഷൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഇവിടെയും എന്ത് ചെയ്താൽ മതി? വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ അല്ല എന്നങ്ങ് എഴുതി കാണിച്ചിരുന്നാൽ മതി. ഓക്കെ, അതാണ് റീസൺ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ x⁻10 + y³ + t⁻50. x⁻10 + y³ + t⁻50. ഫിഫ്ത് വൺ ഇറ്റ് ഈസ് എ പോളിനോമിയൽ. കാര്യം വേരിയബിൾസിന്റെ എല്ലാം പവേഴ്സ് ഹോൾ നമ്പേഴ്സ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇതും ആൻസർ അല്ല. കാര്യം ചോദിച്ചിരുന്നത് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്, വൈ, ടി എന്ന് പറയുന്ന 3 വേരിയബിൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. ഓക്കെ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ റീസണും കൂടെ ചേർത്ത് നിങ്ങൾ അത് എഴുതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിലേക്ക് വരുമ്പോൾ റൈറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് x² ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ കുറെ പോളിനോമിയൽസ് കൊടുത്തു. പോളിനോമിയൽസ് തന്നെയാണ്.
എല്ലാ കേസും പോളിനോമിയൽസ് തന്നെയാണ്. അതായത് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എഴുതാനേ പറയും. അപ്പൊ പോളിനോമിയൽസ് അല്ലെങ്കിൽ കൂടി നമുക്ക് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എഴുതാം. ഇവിടെ എല്ലാം പോളിനോമിയൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് വൺ 2 plus x square plus x. 2 plus x square plus x. അവിടെ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഏതാണ് വരുന്നത്? എക്സ് സ്ക്വയറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ നിങ്ങൾ നോക്കുമ്പോൾ ഒന്നുമില്ല, 0 എന്ന് എഴുതി വെക്കുവോ? ഇല്ല. 0 ആണെങ്കിൽ ഇവിടെ പിന്നെ ഈ ടേമേ ഇല്ല കേട്ടോ. നമ്പർ ഒന്നും എഴുതുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എന്താണ്? 1 ആണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഇവിടെ ഇപ്പൊ മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിലോ നമ്മൾ -1 എഴുതിയേനെ കേട്ടോ. ഇനി വരുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല, ഞാൻ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ 2 plus x square plus x ആണ്. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ നമ്പർ ഇല്ല എന്ന് വെച്ചതിന്റെ അർത്ഥം ഇവിടെ 1 ആണ്. കിട്ടുന്നുണ്ടോ? അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു കേട്ടോ. 2 minus x square plus x cube. 2 minus x square plus x cube. അവർ ചോദിച്ചിരിക്കുന്ന എക്സ് ക്യൂബ് എല്ലാത്തിനും ഒന്നും എഴുതണ്ട, വലുതിന്റെ ഒന്നും അല്ല ചോദിച്ചേക്കുന്നത്, എല്ലായിടത്തും എക്സ് സ്ക്വയറിന് തന്നെ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്താ വന്നേക്കുന്നേ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് മൈനസും കൂടെ ചേർത്ത് എഴുതണം. -1 ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ്. ഇവിടെ എഴുതുന്നുണ്ടോ? ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് പറഞ്ഞാൽ -1 ആണ്. അതിന്റെ കൂടെ മറ്റൊരു നമ്പർ അല്ലേ, റിയൽ നമ്പർ അല്ലേ നമ്മൾ വിളിക്കുന്നത്, അപ്പൊ ഇവിടെ -1 ആണ്. നെക്സ്റ്റ് വൺ π/2 x square plus x. തേർഡ് വൺ π/2 x square plus x. അവിടെയും കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഏതാ? π/2. Here π/2 is the coefficient of x square in this polynomial. And last one √2x minus 1. √2x minus 1, fourth one. എന്താണ് ഇവിടെയും കോയിഫിഷ്യന്റ്? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് √2x plus 1. ഇപ്പൊ ഇവിടെ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ചോദിച്ചേക്കുന്നത്, ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ടോ? ഇല്ല. എക്സ് സ്ക്വയറിന്റെ ടേം ഇല്ലെങ്കിൽ പിന്നെ എന്താ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, 0x square plus √2x minus 1 എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ എക്സ് സ്ക്വയർ ഇല്ല, പക്ഷെ എക്സ് സ്ക്വയറിന്റെ ഒരു ഇല്ലാത്ത ഒരു ടേമിന്റെ കോയിഫിഷ്യന്റ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോ ഇത് നിങ്ങൾ എഴുതിയൊന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം, റീസൺ എഴുതി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ റീസൺ ഒന്നും ചോദിച്ചിട്ടില്ല, കോയിഫിഷ്യന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനർത്ഥം √2x minus 1 എക്സ് സ്ക്വയറിന്റെ ടേംസ് ഇല്ല, സോ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ is equal to 0. പിടികിട്ടിയോ? ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ബൈനോമിയൽ. ഓക്കെ, എന്താ പറയുന്നത്? ഗിവ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് ദ ബൈനോമിയൽ ഓഫ് ഡിഗ്രി 35 ആൻഡ് എ മോണോമിയൽ ഓഫ് ഡിഗ്രി 100. അതായത് ഡിഗ്രി 35 ആയിട്ടുള്ള ഒരു ബൈനോമിയൽ എഴുതണം, അതേപോലെ ഡിഗ്രി 100 ആയിട്ടുള്ള ഒരു മോണോമിയലും എഴുതണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, ഡിഗ്രി വേണം, ബൈനോമിയൽ. ബൈനോമിയൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? രണ്ട് ടേംസേ ഉണ്ടാകാവൂ. അതിന് ഇങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ മാക്സിമം രണ്ട് ടേംസേ ഉണ്ടാകാവൂ. ഡിഗ്രി 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ വേരിയബിൾസിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 35 ആയിരിക്കണം. അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എഴുതാം, x⁻35 പ്ലസ് എക്സ്. രണ്ട് ടേംസ് ഉള്ള ഒരു പോളിനോമിയൽ ആവുമ്പോൾ ബൈനോമിയലായി. ഡിഗ്രി എത്രയാ? 35. അല്ലെങ്കിൽ x⁻35 മൈനസ് 1, ഇത് ആൻസർ ആണ്. അല്ലെങ്കിൽ x⁻35 പ്ലസ് x⁻12, അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ടേംസേ ഉള്ളൂ, ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട് 35 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോ അത് എഴുതുക. ഇനി മോണോമിയൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? x⁻35 മാത്രം വേണേ അതിന്റെ കൂടെ കോയിഫിഷ്യന്റ് വരാം കേട്ടോ. ഇപ്പോ 13x⁻35 പ്ലസ് 2x², ഇങ്ങനെയാ വന്നെങ്കിലോ? ഇതും എന്ത് തന്നെയാ? ബൈനോമിയൽ തന്നെയാണ്. ഇവിടുത്തെയും ഡിഗ്രി എന്ത് തന്നെയാണ്? 35 തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് എഴുതാറുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. അടുത്തത് ഡിഗ്രി 100 ആയിട്ടുള്ള മോണോമിയൽ. മോണോമിയൽ മീൻസ് 110. അപ്പോ ഞാൻ എഴുതുന്നു ജസ്റ്റ് x⁻100 എന്ന് മാത്രം എഴുതിയാൽ മതി, ആൻസർ ആണ്. ഇല്ലെങ്കിൽ 3x⁻100 ആൻസർ. ഇല്ലെങ്കിലോ 2/3 x⁻100 ആൻസർ. ഓക്കെ, എക്സിന് പകരം വേറെ വേരിയബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്ത് എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊരു പോളിനോമിയൽസ് ആണ്, ഇതെല്ലാം മോണോമിയൽസ് ആണ്. ഇതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഗ്രി 100 ആണ്. പിടി കിട്ടിയോ?
ഓക്കെ, ഇതായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ദ ഡിഗ്രി ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ്. അതും വളരെ എളുപ്പമുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് 5x³ പ്ലസ് 4x² പ്ലസ് 7x. അതിൽ ഒന്നാമത്തത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 5x³ അല്ലെ, 5x³ പ്ലസ് 4x² പ്ലസ് 7x പോളിനോമിയലാണ്. അപ്പോ ഡിഗ്രി എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമ്മൾ നോക്കിയേ, അതിനകത്തെ ഹയസ്റ്റ് പവർ എന്ന് വെച്ചാൽ തേർഡ് അല്ലേ, അപ്പം ഡിഗ്രി എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണെങ്കിൽ 4 മൈനസ് y². സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുമ്പോ 4 മൈനസ് y² ആണ്. ഡിഗ്രി എത്ര വരും? ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. വൈയുടെ പവർ മാക്സ് ആകെ ഒറ്റ ടൈമേ ഉള്ളൂ വേരിയബിൾ വരുന്നത്, അതിനകത്ത് 2 ആണ്. തേർഡ് 5t മൈനസ് √7. 5t മൈനസ് √7 ഡിഗ്രി എത്ര വരും? ടിയുടെ പവർ. ടിയുടെ പവർ വെച്ചാൽ ഒന്നും എഴുതിയിട്ടില്ല, അർത്ഥം എന്താണ്? t⁻1 എന്നാണ്. അപ്പൊ ഡിഗ്രി 1. ലാസ്റ്റ് വൺ 3 എന്നത് പോളിനോമിയലാണ്. ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ്, ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് പറഞ്ഞതാണ്. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എല്ലാം ഇപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ ഈ സ്ഥാനത്ത് 0 വന്നാലോ കാനോട്ട് ബി ഡിറ്റർമിൻ എന്ന് എഴുതുക. കാര്യം 0 പോളിനോമിയലിന്റെ ഡിഗ്രി നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കി ഏത് കോൺസ്റ്റന്റ് വന്നാലും അതൊരു കോൺസ്റ്റന്റ് പോളിനോമിയലാണ്. 0 പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ല കേട്ടോ. കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ ഡിഗ്രി 0 ആണ്. 0 പോളിനോമിയൽ ആണെങ്കിൽ ഡിഗ്രി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അടുത്തത് കുറെ പോളിനോമിയൽസ് വന്നിട്ടുണ്ട്. അതില് ഓരോന്നും ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക്. നമ്മൾ ഡിഗ്രി വെച്ചിട്ടല്ല എഴുതുന്നത്. ഓരോന്നും ലീനിയർ ആണോ, ക്വാഡ്രാറ്റിക് ആണോ, ക്യൂബിക് ആണോ എന്ന് എഴുതുക. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ 3 കോളമായിട്ട് എഴുതുക. എഴുതിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലീനിയർ ആയിട്ടുള്ള പോളിനോമിയൽസ് എഴുതുക, ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള പോളിനോമിയൽസ് എഴുതുക, ക്യൂബിക് ആയിട്ടുള്ള പോളിനോമിയൽസ് എഴുതുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി പോവാം. ഞാനിപ്പോ ജസ്റ്റ് അല്ലാതെ എഴുതുകയാണ്. നിങ്ങൾ എഴുതുമ്പോൾ കോളം വൈസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഇപ്പൊ x² പ്ലസ് x. ഫസ്റ്റ് വൺ x² പ്ലസ് x. ഡിഗ്രി ഏതാ? 2 ആണ്. അതുകൊണ്ട് ഇത് ഏതാണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അടുത്ത സെക്കൻഡ് വൺ x മൈനസ് x³. x മൈനസ് x³. ഡിഗ്രി 3 ആണ്. ക്യൂബിക് പോളിനോമിയൽ ആണ്. അടുത്തത് y പ്ലസ് y² പ്ലസ് 4. y പ്ലസ് y² പ്ലസ് 4. ഡിഗ്രി 2 ആണ്. സോ ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നെക്സ്റ്റ് വൺ 1 പ്ലസ് x. ഫോർത്ത് വൺ 1 പ്ലസ് x. ഡിഗ്രി 1 ആണ്. സോ ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ. ദെൻ ഫിഫ്ത് വൺ 3t. ഇവിടെയും ഡിഗ്രി എന്താണ്? ടിയുടെ പവർ 1 ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ലീനിയർ പോളിനോമിയൽ. ദെൻ r². സിക്സ്ത് വൺ r². മാക്സിമം പവർ എന്ന് വെച്ചാൽ 2 ആണ്. സോ ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ആൻഡ് 7x³. സെവൻത് വൺ 7x³ മാക്സിമം ടൈം വന്നിരിക്കുന്നത് ക്യൂബിക് ടൈം ആണ്. സോ ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ ആണല്ലോ? എണ്ണത്തിനകത്ത് ഇപ്പൊ രണ്ടെണ്ണം, ഇത് രണ്ടും ക്യൂബിക്, ബാക്കി 3 ക്വാഡ്രാറ്റിക്, 2 ലീനിയർ. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. ഇൻട്രൊഡക്ഷൻ പാർട്ടുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ, ഐഡിയാസ് ഒന്നും കൂടെ നമുക്കൊന്ന് ഫെമിലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ്. ഇനി കുറച്ചുകൂടെ പ്രയാസമുള്ള സെക്ഷൻസ് ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.